ഈ പ്രാവശ്യത്തെ വെക്കേഷന് പേരക്കിടാങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ട്ടാ. അതുപോലെ തന്നെ ചേച്ചിയും ചേച്ചിയുടെ മോളും മൂക്കടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേരക്കിടാങ്ങളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് പാടം കാണാൻ പോകണ്ടേ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ പറഞ്ഞ് പകല് നമ്മൾ പോയിട്ട് കാര്യമില്ല, അവിടെ ഭയങ്കര തിരക്കാണ്, എന്തോരം ആൾക്കാർ എവിടെ നിന്നൊക്കെ വന്നേന്ന് അറിയാവോ, അതുപോലെ പാട്ടും ഡാൻസും ഒക്കെ ആകെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പറ്റിയെങ്കിൽ നാളെ പോയാൽ മതി എന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇന്ന് തന്നെ പോകാം, കുട്ടികൾ ആഗ്രഹിച്ചല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ, എൻ്റെ മോനുണ്ടല്ലോ അവനെ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു അവനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ പേരക്കുട്ടികൾക്ക്. അപ്പോൾ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം, അപ്പം നിങ്ങൾ എല്ലാവരും റെഡിയായി നിന്നോ, ഒരു 4:30 മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ റെഡി ആയിട്ടുണ്ടായില്ല. 5 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് പോലും ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അന്ന് ഞങ്ങൾ നട്ട നെല്ലാണ് അപ്പാപ്പാ, ഇത് എന്ത് രസമായിട്ട് നിൽക്കണത്, ഇത് പുല്ലാണാന്നൊക്കെ ചോദിച്ച്. അപ്പം പറഞ്ഞു ഇത് നെല്ലാണ് മോനെ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടാ. നെല്ല് എന്താണെന്നൊക്കെ ചോദിക്കണേ, കുട്ടികൾക്ക് അറിയില്ലല്ലോ. 5 വയസ്സേ ആയിട്ടുള്ളൂ പേരക്കിടാവിന്, അതിൻ്റെ ഇളയതിന് 3 വയസ്സും. അങ്ങനെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും ഞങ്ങളെല്ലാവരും, പിന്നെ പേരക്കിടാങ്ങൾ വന്നില്ല ചേച്ചിയുടെ, അവന്മാർ കുറച്ച് സമയം ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. പിന്നെ അവിടെ ചെന്നപ്പോൾ വേറെ ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കലും പാട്ടുപാടലും ഡാൻസും, അതുപോലെ അമ്പലത്തിൽ നല്ല നല്ല പാട്ടുകൾ ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര രസമായിട്ടൊക്കെ ആയിരുന്നേ. അപ്പോൾ എല്ലാവരും തന്നെ പാട്ടൊന്നും വേറെ വെക്കണമെന്നൊന്നുമില്ല, ഡാൻസൊക്കെ ചെയ്തായിരുന്നു ആ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു ആഹാ നല്ല രസമുണ്ടല്ലോ പാട്ടൊക്കെ കേൾക്കാൻ, ഞങ്ങൾ ഡാൻസ് കളിക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അമ്മാമ്മ ഡാൻസ് കളിക്കുമോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഞങ്ങളോട് നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളും ഡാൻസൊക്കെ കളിച്ചായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷവും ഡാൻസ് കളിക്കാൻ ആവശ്യപ്പെട്ടത് അവിടെ വന്നവരെല്ലാവരും തന്നെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നേ. നല്ല രസമായിരുന്നു. പാടം കാണാൻ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇപ്പോൾ തന്നെ ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ നല്ല ഭംഗിയായി. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് അമ്മാമ്മേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പം ഇറങ്ങുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്, ആ വരമ്പിലൂടെ ഞങ്ങൾ നടന്നു ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാലമൊന്നുമില്ലല്ലോ, അങ്ങനെ തന്നെ ഉടനെ തന്നെ ജോലിക്കാരനുണ്ടായ ഒരു ചെറുക്കനെ, ആ ചെക്കനൊരു പലകപ്പാലം കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിലേ കൂടിയൊക്കെ കടന്ന് ഇപ്പുറത്ത് വന്ന്. അപ്പം നമുക്ക് ഇത്രയും 22 ഏക്കറിലുള്ള ഇതല്ലേ, ഇപ്പം നമ്മൾ കറങ്ങി അടിച്ച് കാണാമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ചുറ്റും ഇങ്ങനെ പോകുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടാണ്, എന്തുമാത്രം നടക്കണം. എങ്കിലും ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ കുട്ടികൾക്ക് പോരാൻ തോന്നണില്ല, ഇനി നമുക്ക് പോകണ്ടെന്ന് തന്നെ പറയണിരുന്നു. കുറേ സമയം ഞങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോകാം, നമ്മൾ കുറേ സമയമായില്ലേ വന്നിട്ട്, ഇനി രാത്രിയാവൂലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ഈ വരമ്പ് കണ്ട അവിടെ നല്ലതായിട്ട് നമുക്ക് നടന്നൊക്കെ പോകാനൊക്കെ പറ്റും. പിന്നീടല്ല ഇങ്ങനെ ഒത്തിരി മീനുണ്ട് ഈ വെള്ളം കാണുന്നിടത്തൊക്കെ, നല്ല മീനാണ്, ബ്രാലും പിലോപ്പി എല്ലാ സംഭവവും ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര മീൻ കിടന്ന് ചാടണേണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയ്യോ ചൂണ്ടയിട്ട് മീനെ പിടിക്കായിരുന്നു. അപ്പം പറഞ്ഞു എല്ലാവരും ഇതിൽ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് പോകും, എന്ത് രസമുള്ള മീനാണെന്നറിയാമോ. ഞങ്ങളൊക്കെ ഒരു ദിവസം പിലോപ്പിയൊക്കെ കിട്ടിയപ്പോൾ കറി വെച്ചായിരുന്നേ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ മീൻ പിടിച്ചിട്ട് പോകും, അത്രക്കും രുചിയാണ് അതിനകത്തെ മീനൊക്കെ കേട്ടാ. ഇത് കണ്ടാ ഒത്തിരി പേര് ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യണമായിരുന്നു. കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഒത്തിരി പിള്ളേരും കുട്ടികളും വലിയവരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പിന്നെ കുറേ പേരൊക്കെ അങ്ങോട്ട് പോയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയവും കൂടി അവിടെ നിന്ന്, അത് കഴിഞ്ഞിട്ട് നമുക്കിനി പോകാം, കുട്ടികളിങ്ങനെ ഓടിക്കൊണ്ട് നടക്കണേന്, ഇപ്പുറത്തൊക്കെ വണ്ടി പോണയൊക്കെ അല്ലേ, അതിൻ്റെ പേരിൽ നമുക്ക് ഇനി അധികം സമയം അവിടെ നിന്നാൽ ശരിയാവില്ല. പോരാത്തതിന് ഇത്തിരി വികൃതി പിള്ളേരുമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഇനി നമുക്ക് മതിയാക്കാം, ഇനി ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കുട്ടികൾ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പാപ്പേ, എന്ത് രസമാണ് അപ്പാപ്പയുടെ ഈ പാടമൊക്കെ കാണാനെന്നൊക്കെ പറഞ്ഞ്. അപ്പം അപ്പാപ്പ പറഞ്ഞു ഇനി മോനെ കൊണ്ടുവരാട്ടാ, ഇനി നെൽമണിയൊക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ, അപ്പോൾ കാണിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സന്തോഷമൊക്കെ ആയിട്ട് എന്നാൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ അവളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെയൊക്കെ. അന്നേരം തന്നെ അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ പോരാൻ തോന്നണില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പോകാം, ഇനി രാത്രി ആയി കഴിഞ്ഞാൽ പാടല്ലേ, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു.
അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ത്രില്ലിൽ അവിടെ നിന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് നല്ല കാറ്റും ഉണ്ട്, ചെറിയ വെയിലുണ്ടെങ്കിലും കാറ്റും ഉണ്ട് നന്നായിട്ടൊക്കെ. പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കുരുത്തം പോലെ. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അമ്പലത്തിൽ കൂടുതൽ സമയം ഉണ്ടല്ല ഈ പാട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല രസമായിരുന്നു. എല്ലാവരും പാട്ട് കേട്ട് ആസ്വദിക്കണേരുന്നു കാണാനായിട്ട്. എന്ത് മനോഹരമായ സ്ഥലമാണ്, നമുക്കിത് വർണ്ണിച്ച് പറഞ്ഞാലും തീരൂല. അത്രക്ക് മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്. ഞങ്ങൾ വണ്ടിക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്കും അമ്പലത്തിലൊരു പ്രസിഡന്റ് ഉണ്ടായി. ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെന്നാ വന്നേന്ന്. അപ്പൊ ചേച്ചിയുടെ മോള് പറഞ്ഞായിരുന്നു ഇവിടുത്തെ മെമ്പർ ഫ്രാൻസിസ് ഇല്ലേ അതിൻ്റെ വൈഫാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അയ്യോ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അധികമൊന്നും അങ്ങനെ വരാറൊന്നുമില്ല അതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് "ആ, ഫ്രാൻസിസ് ഭയങ്കരമായിട്ട് കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ച്. പുള്ളി രാവിലെ എപ്പോഴും വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഉണർന്നു പോകാറുണ്ട്. അപ്പം എപ്പോഴും പാഠം പാഠമെന്നും പറഞ്ഞാണ് പോണത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിമനോഹരമായിട്ടൊക്കെ ചെയ്യണ ആളാന്ന് എനിക്കറിയാം. വീട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്തിട്ട് അത് നല്ല രീതിയിലൊക്കെ ആകണ വരെ കിടന്ന് കഷ്ടപ്പെടും. അതായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു സമാധാനം ആകണം. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓണക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായില്ല. ഇപ്പോൾ പിള്ളേർ പറഞ്ഞ ഇപ്പോൾ ഓണം കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞ് വന്നപ്പോൾ തന്നെ ആ പൂക്കളൊക്കെ എറിഞ്ഞ് അവിടെ എല്ലായിടത്തും ആക്കി. എന്നിട്ട് ചിരിക്കണേണ് ഓണം കഴിഞ്ഞെന്നും പറഞ്ഞു.